Good afternoon. ഫസ്റ്റ് അവർ ഞാനായിരിക്കും കേട്ടോ എടുക്കുന്നേ. നെക്സ്റ്റ് അവർ അശ്വതി ടീച്ചർ ക്ലാസ്സിൽ വരും കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നോ? ജസ്റ്റ് ഒന്ന് പറയോ, എവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തേ? പെരിറ്റോണിയൽ ഡയാലിസിസ് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നോ? പാരഗ്രാഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, പെരിറ്റോണിയൽ ഡയാലിസിസ് തുടങ്ങിയിട്ടില്ല. ഓക്കെ. നമ്മളിപ്പോ എവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ് അവിടെയല്ലേ പറഞ്ഞതോ? AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ അസസ്, കാത്തീറ്റർ. അത് ഫുള്ള് കഴിഞ്ഞില്ലായിരുന്നോ? ഫുള്ള് കഴിഞ്ഞോ? അത് കഴിഞ്ഞു. ഇനി അപ്പൊ നമ്മള് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് സ്റ്റാർട്ട് ചെയ്യണ്ടേ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഹീമോഡയാലിസിസ് പറഞ്ഞു. സെക്കൻഡ് ഹീമോഡയാലിസിന്റെ ഡിഫറെന്റ് അസസ്കളാണ് നമ്മൾ പറഞ്ഞത്. AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, പിന്നെ മൂന്നാമത്തെ വാസ്കുലർ അസസ്, കാത്തീറ്റർ. ഇത് മൂന്നും കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും നോക്കിയായിരുന്നോ? യൂട്യൂബിൽ കയറി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പൊ കുറച്ചും കൂടി ഓക്കെ യെസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും അതിന്റെ ആ പ്രൊസീജിയർ എങ്ങനെ ചെയ്യണേന്നുള്ളതൊക്കെ. ചെറിയ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറി ഒന്ന് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ലോങ് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നതാണ്. അതില് നമ്മൾ പറഞ്ഞു പീപ്പിൾ ഹു ഗെറ്റ് AV ഫിസ്റ്റുല എത്ര ടൈം വേണം ഉണങ്ങാനായിട്ട്? Healed and ready to begin hemodialysis 2 to 3 months. ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ചെയ്തിട്ടായിരുന്നു 2 to 3 months after their surgery. അവർക്കുടെ സർജറി കഴിഞ്ഞ് 2-3 മാസമൊക്കെ ആവണം ഈ AV ഫിസ്റ്റുല ഹീൽ അതിന്റെ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. എന്നാൽ പീപ്പിൾ ഹു റിസീവ് AV ഗ്രാഫ്റ്റ് വിൽ ബി റെഡി ഇൻ 2 to 3 weeks. എത്രയാ? 2-3 ആഴ്ച കൊണ്ട് തന്നെ അവരുടെ ആ ഹീല് ഉണങ്ങും. Catheter are outlined for short time temporary use. അപ്പൊ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിനാണ് കാത്തീറ്റർ, വാസ്കുലർ അസസ് കാത്തീറ്റർ യൂസ് ചെയ്യുന്നത്. AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ലോങ് ടൈം ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോ ഇത് നമുക്ക് പെട്ടെന്ന് ഈ കിഡ്നി ഡിസീസ് ഒക്കെ കൂടി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഈ AV ഫിസ്റ്റുലോ AV ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്ത് അതിന്റെ മുണ്ട് ഉണങ്ങി അതിൽക്കൂടെ ഡയാലിസിസ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഡയാലിസിസ് ചെയ്യേണ്ട സമയത്താണ് വാസ്കുലർ അസസ് കാത്തീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഷോർട്ട് ടൈം ആണ്. അപ്പൊ അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഡോക്ടർ എന്ത് ചെയ്യും? ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ ആ സർജറി ചെയ്യും. അപ്പോ ആ സർജറി ചെയ്ത് അതിന്റെ മുണ്ട് ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് വാസ്കുലർ അസസ് കാത്തീറ്റർ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നോർമൽ വേക്കൂടെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന B എന്ന് പറഞ്ഞത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. PD പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ നമ്മള് ഹീമോഡയാലിസിസിൽ എന്താ പറഞ്ഞേ? ഒരു മെഷീൻ വേണമെന്ന് പറഞ്ഞു അല്ലെ? ഒരു മെഷീൻ വേണം നമുക്ക് അത് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാണ്. ഇതാണ് ഒന്നാമത്തെ. ഇൻ പെരിറ്റോണിയൽ ഡയാലിസിസ് ദ ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ ഡയാലിസർ മെഷീൻ. ഡയാലിസർ മെഷീന് പകരമായിട്ട് ഡയാലിസിസ് മെഷീന് പകരമായിട്ട് ഡയാലിസിസ് മെഷീന് പകരമായിട്ട് നമ്മുടെ ബ്ലഡ് ബോഡിയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാണ്. അതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. Blood is purified inside your own body instead of using a dialyzer machine. Dialyzer machine പകരം ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന എവിടെയാ? നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ്.
For this kind of dialysis, the lining of your abdomen or belly area is used as a filter. ഇത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോണം. ഈ പെരിറ്റോണിയൽ ഡയാലിസിസിൽ നമ്മുടെ അബ്ഡോമൻ ഓർ ബെല്ലി ഏരിയ, നമ്മുടെ വയറില്ലേ, അബ്ഡോമൻ എന്ന് പറഞ്ഞ വയറ്, അതിന്റെ ലൈനിങ്, അതിനെയാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ദ ലൈനിങ് ഓഫ് അബ്ഡോമൻ ഈസ് കോൾഡ് പെരിറ്റോണിയം. ആ പെരിറ്റോണിയം ആണ് ഇവിടെ ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈസ് യൂസ്ഡ് ആസ് ഫിൽറ്റർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, ദ ലൈനിങ് ഓഫ് ദ അബ്ഡോമൻ ഈസ് കോൾഡ് ഡാഷ് എന്ന് അറിയപ്പെടുന്ന പെരിറ്റോണിയം. അതാണ് ഫിൽറ്റർ ആയിട്ട് കട്ട് ചെയ്യുന്നത്. Before beginning peritoneal dialysis, a minor surgery is required to place the catheter or soft tube in your belly. അപ്പൊ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യൂലേ, അതിന് മുന്നും എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു സർജറി വേണം. എന്തിനു വേണ്ടിയിട്ടാ? ഒന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് എന്താ പറഞ്ഞേ, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാണ്. അവിടെ ഡയാലിസിസ് മെഷീന്റെ ആവശ്യമില്ല, ഡയാലിസർ മെഷീൻ വേണ്ട. ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി. നമ്മുടെ ബോഡി തന്നെ വെച്ചിട്ടാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മുടെ അബ്ഡോമന്റെ, നമ്മുടെ വയറ്, അതിന്റെ ലൈനിങ്, അതിനെയാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. അതാണ് ഫിൽറ്റർ ആയിട്ട് കട്ട് ചെയ്യുന്നത്. ഈസ് യൂസ്ഡ് ആസ് ഫിൽറ്റർ. ഫിൽറ്റർ ആയിട്ട് കട്ട് ചെയ്യുന്ന ആരാ? പെരിറ്റോണിയം. ദ ലൈനിങ് ഓഫ് ദ അബ്ഡോമൻ ഓർ ബെല്ലി ഏരിയ. പെരിറ്റോണിയം ആണ് ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ബിഫോർ ബിഗിനിങ് പെരിറ്റോണിയൽ ഡയാലിസിസ്, എ മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു പ്ലേസ് എ കാത്തീറ്റർ ഓർ സോഫ്റ്റ് ട്യൂബ് ഇൻ യുവർ ബെല്ലി. അപ്പൊ നമ്മൾ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയൊരു സർജറി ചെയ്യണം. അതെവിടെ ചെയ്യുന്നേ? നമ്മുടെ ബെല്ലിയില്, നമ്മുടെ വയറ്, അബ്ഡോമനിലാണ് ചെയ്യുന്നത്. അവിടെ എന്താന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ ട്യൂബ്, കാത്തീറ്റർ ഓർ സോഫ്റ്റ് ട്യൂബ്, അത് ഇൻസേർട്ട് ചെയ്യണം. അത് വയറ്റിന്റെ അകത്തേക്ക് എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം പുറത്തേക്കുമായിട്ടുള്ള രീതിയിൽ ഒരു സോഫ്റ്റ് ട്യൂബ് വെക്കണം. അതിനുവേണ്ടി ചെറിയൊരു ഹോള് ഇട്ടിട്ട് അത് വെക്കുന്ന ഒരു സർജറി ഉണ്ട്. അത് നമ്മൾ ആദ്യം ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ സർജറി ചെയ്യണം. Okay, a minor surgery is required to place a catheter or soft tube in your belly. Belly, വയറിന്റെ ഭാഗത്ത് സോഫ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ catheter വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സർജറി അവിടെ ചെയ്യണം. In the course of each treatment, the belly area is little by little filtered with the dialysate. അപ്പൊ എന്താ ചെയ്യുന്നേ? ഇവിടെ ഡയലൈസേറ്റ് അതൊരു സൊല്യൂഷൻ ആണ്. made up of water, salt, other additives. അത് കൂടുതലായിട്ട് വരുന്ന സാധനങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ ചേർന്നിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണെന്ന് ഓർക്കുക. ആ സൊല്യൂഷൻ അതിനെയാണ് ഡയലൈസേറ്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോ? ഡയലൈസേറ്റ്. ആ ഡയലൈസേറ്റ് ഈ കാത്തീറ്ററിൽ കൂടെ വയറ്റിന്റെ അകത്തേക്ക് കയറ്റും. ഓക്കെ, in this course of each treatment, the belly area is little by little filled with the dialysate. ആ ഡയലൈസേറ്റ് എന്ത് ചെയ്യുന്നു? വയറ്റിന്റെ അകത്തേക്ക് പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു? നിറയ്ക്കുന്നു. അത് ത്രൂ ദ catheter. അത് ഏതിൽ കൂടെ കടത്തി വിടുന്നേ? catheter കൂടെ തന്നെ ആ വയറ്റിന്റെ അകത്തേക്ക് ഡയലൈസേറ്റ്, ആ സൊല്യൂഷൻ നിറയ്ക്കുന്നു. As blood flows normally through the area, extra fluid and waste products are pulled out of the blood vessel and into the belly area by the dialysate. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയേ. അപ്പൊ ഈ ഫ്ലൂയിഡ് വയറ്റിന്റെ അകത്ത് കിടക്കുകയാണ്. അപ്പൊ അവിടെ ആ ഒരു ഭാഗത്ത് ബ്ലഡ് എത്തുമ്പോൾ, ബ്ലഡ് ഫ്ലോസ് നോർമലി ത്രൂ ദ ഏരിയ, ആ ഒരു ഏരിയയിലേക്ക് ബ്ലഡ് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ദ വേസ്റ്റ് പ്രോഡക്ട്സ് ആർ പുൾഡ് ഔട്ട് ഓഫ് ദ ബ്ലഡ് വെസൽ. ബ്ലഡ് വെസൽസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആ വേസ്റ്റുകൾ, ബ്ലഡിലുള്ള വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു? ആ സൊല്യൂഷൻ വലിച്ചെടുക്കുന്നു, അബ്സോർബ് ചെയ്യുന്നു. ആ ഡയലൈസേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? ഈ ബ്ലഡ് വെസൽസിൽ നിന്നും ഉള്ള ആ ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസ്, വേസ്റ്റിനെയൊക്കെ ആ ഡയലൈസേറ്റ് സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്നു. എങ്ങനെയാന്ന് നോക്കിയേ? ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് പോലെ വലിച്ചെടുക്കുന്നു. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാന്തം. അത് ഇരുമ്പ് സാധനങ്ങൾ വരുമ്പോ ഇങ്ങനെ വലിച്ചെടുക്കൂലേ? അതേപോലെ ഡയലൈസേറ്റ് എന്ത് ചെയ്യുന്നു? ആ ബ്ലഡിൽ നിന്നുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ വലിച്ചെടുക്കുന്നു.
After a few hours, the fluid mixture is emptied out from your belly using the same catheter and bag that was used at the beginning of the treatment. അപ്പൊ എന്താ, കുറച്ച് ഒരു 3-4 മണിക്കൂറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഡയാലിസിസ് കംപ്ലീറ്റ് ആവും. അപ്പോ ആ ഫ്ലൂയിഡ്, ആ ബ്ലഡിൽ നിന്നുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ വലിച്ചെടുത്ത ഡയാലിസേറ്റ് സൊല്യൂഷൻ ഇല്ലേ, അത് പുറത്തേക്ക് എടുക്കുക ചെയ്യുന്ന ഫ്രം യുവർ ബെല്ലിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വയറിന്റെ അകത്ത് നിന്ന് അത് പുറത്തേക്ക് എടുക്കുന്നു. ഏത് വഴിയാ? യൂസിങ് ദ സെയിം കത്തീറ്റർ, ആ സെയിം ട്യൂബിൽ കൂടെ തന്നെ ഡയാലിസിസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുക ചെയ്യുന്നത്. ആൻഡ് ദ ബാഗ് ദാറ്റ് വാസ് യൂസ്ഡ് ആസ് ദ ബിഗിനിങ് ഓഫ് ദ ട്രീറ്റ്മെന്റ്. അപ്പൊ ഡയാലിസേറ്റ് സൊല്യൂഷൻ ഇരുന്ന ബാഗില്ലേ, ആ ബാഗിലേക്ക് തന്നെ തിരിച്ച് ആ വേസ്റ്റ് ഒക്കെ അബ്സോർബ് ചെയ്ത ഡയാലിസേറ്റ് സൊല്യൂഷൻ അതിലേക്ക് തന്നെ എടുക്കുക ചെയ്യുന്നത്. ഓക്കെ. In peritoneal dialysis can be done almost anywhere if you have the supplies needed to the treatment. ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള സപ്ലൈകൾ എവിടേക്കാണോ നമുക്ക് ലഭിക്കുന്ന അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഹോസ്പിറ്റലിൽ പോയി ചെയ്യണമെന്നൊന്നുമില്ല. ഇത് പേഷ്യന്റിന് തന്നെ ചെയ്യാൻ പറ്റുന്ന, അതിന്റെ ട്രെയിനിങ് കിട്ടിയാൽ മതി അവർക്ക്. ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ ചെയ്യാം. ഇത് അതിന്റെ സപ്ലൈകൾ ഉണ്ടാവണമെന്ന് മാത്രം. ഓക്കെ. Peritoneal dialysis can be almost anywhere. എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. You have the supplies needed to the treatment. ട്രീറ്റ്മെന്റിന്റെ ആവശ്യമായിട്ടുള്ള സപ്ലൈകൾ അവൈലബിൾ ആണെങ്കിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഡയാലിസേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നതിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. FILL. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അത് നിങ്ങളുടെ ഈ നോട്ടിൽ വന്നിട്ടില്ല, പക്ഷെ ഒരു എക്സാം ക്വസ്റ്റ്യനിൽ ചോദിച്ചായിരുന്നു അത്. ഫിൽ എന്ന് പറയുന്നത്. ഓക്കെ. ആ സൊല്യൂഷൻ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നതിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. ഫിൽ. ഇനി ആ ഡയാലിസേറ്റ് വയറ്റിന്റെ അകത്ത് കിടക്കുന്ന 3-4 മണിക്കൂർ ആ സൊല്യൂഷൻ വയറ്റിന്റെ അകത്ത് കിടക്കും എന്ന് പറഞ്ഞില്ലേ, ആ വയറ്റിന്റെ അകത്ത് ആ സൊല്യൂഷൻ കിടക്കുന്നതിനെയാണ് ഡൊൽ എന്ന് പറയുന്നത്. ഫില്ല്, FILL, ഫിൽ. സൊല്യൂഷൻ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നതിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. ഇനി സൊല്യൂഷൻ വയറ്റിന്റെ അകത്ത് കിടക്കുമ്പോൾ അതിനെ ഡൊൽ എന്ന് പറയും. DWELL, ഡൊൽ. DWELL, ഡൊൽ. ഇനി ഫില്ലാണ് കേട്ടോ. FILL, ഫില്ല്. നിറയ്ക്കുന്നതിനെ, വയറ്റിന്റെ അകത്തേക്ക് ഈ ഡയാലിസേറ്റ് നിറയ്ക്കുന്നതിനെയാണ് ഫില്ല് എന്ന് പറയും. ഫില്ല് ചെയ്യാന്ന് കേട്ടിട്ടില്ലേ, നിറയ്ക്കുക. ഓക്കെ. FILL. ഇനി ആ സൊല്യൂഷൻ വയറ്റിന്റെ അകത്ത് കിടക്കുമ്പോൾ അതിനെയാണ് ഡൊൽ എന്ന് പറയുന്നത്. DWELL. ഇനി ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ പറഞ്ഞു ആ സൊല്യൂഷൻ പുറത്തേക്ക് എടുക്കും. 4 മണിക്കൂറിന് ശേഷം ഇതൊക്കെ പേസ്റ്റ് ഒക്കെ വലിച്ചെടുത്ത ആ സൊല്യൂഷൻ പുറത്തേക്ക് എടുക്കും. അതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. DRAIN, ഡ്രെയിൻ. DRAIN, ഡ്രെയിൻ. അപ്പൊ ഇതിങ്ങനെ ഒരു ഫില്ല്, ഡൊല്ല്, ഡ്രെയിൻ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു ഡയാലിസിസ് കംപ്ലീറ്റ് ആകുന്നത്. ഫിൽ, ഡൊൽ, ഡ്രെയിൻ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മള് ഡ്രെയിൻ എന്ന് പറഞ്ഞ എന്താ, പുറത്തേക്ക് എടുക്കുന്നതിന് ആ സൊല്യൂഷൻ നമ്മൾ ബ്ലഡിൽ നിന്നുള്ള 4 മണിക്കൂറൊക്കെ വയറ്റി കിടക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ആ സൊല്യൂഷൻ ബ്ലഡിലുള്ള വേസ്റ്റിലേക്ക് വലിച്ചെടുക്കും പുറത്തേക്ക്. അത് അബ്സോർബ് ചെയ്തെടുക്കും. എന്നിട്ട് അത് നമ്മൾ 4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പുറത്തേക്ക് എടുക്കൂലേ, ആ സൊല്യൂഷൻ പുറത്തേക്ക് എടുക്കുന്നതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. ഡ്രെയിൻ ചെയ്യുക, ഡ്രെയിൻ. DRAIN. ഇങ്ങനെ ഒരു ഫില്ല്, ഡൊല്ല്, ഡ്രെയിൻ കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു ഡയാലിസിസ് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് വീടുകളിലൊക്കെ ഡയാലിസിസ് ചെയ്യുന്നവര് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ആയിരിക്കും ചെയ്യുന്നത്. ഹീമോഡയാലിസിസ് ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ടി വരും. ആ മെഷീനിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ലല്ലോ. ഇത് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നവരൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ആദ്യം 1-2 പ്രാവശ്യം അവർക്ക് കാണിച്ചു കൊടുത്ത് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേഷ്യന്റിന് തന്നെ ചെയ്യാം. ഇനി ഡയാലിസേറ്റ് സൊല്യൂഷൻ വയറ്റി കിടത്തുമെന്ന് വെച്ചാൽ വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഓക്കെ. ഫില്ല്, ഡൊല്ല്, ഡ്രെയിൻ. ഓക്കെ. ഇതൊന്നും പേരുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം.
ഇപ്പൊ ഈ സൊല്യൂഷൻ വയറ്റിന്റെ അകത്ത് നിറച്ചു എന്ന് വെച്ച് വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വീട്ടിലെ ബാക്കിയുടെ ജോലികൾ ചെയ്യാം, നമുക്ക് കുളിക്കാം, അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. 4 മണിക്കൂർ അത് വയറ്റിന്റെ സൊല്യൂഷൻ, നമ്മളിപ്പോ വെള്ളം കുടിക്കുമ്പോൾ വയറ്റിന്റെ അകത്ത് എടുക്കൂലേ, അതുപോലെ ആ സൊല്യൂഷൻ ജസ്റ്റ് വയറ്റിന്റെ അകത്ത് കിടക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ പേഷ്യന്റിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ആ സൊല്യൂഷൻ തന്നെ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റ് ഒക്കെ വലിച്ചെടുക്കും. അത് കഴിയുമ്പോൾ നമ്മൾ ആ കത്തീറ്റർ ഇല്ലേ, ആ കത്തീറ്ററിന്റെ ട്യൂബ് മാറ്റിയിട്ട് നമുക്ക് ആ ബാഗിലേക്ക്, സെയിം ബാഗിലേക്ക് കളക്ട് ചെയ്യാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു പിക്ചർ വന്നേക്കണോ കണ്ടോ, പെരിറ്റോണിയൽ ഡയാലിസിസ് സൊല്യൂഷൻ. ആ സൊല്യൂഷൻ ആ ബാഗിലുണ്ട്. ഇവിടെ 2 ബാഗായിട്ടാ കാണിച്ചേക്കണേ. അവര് 2 ബാഗിലാ കാണിച്ചേക്കണേ. ഒരു ബാഗിലെ ഡയാലിസിസ് സൊല്യൂഷൻ ഉണ്ട്, അത് കണ്ടോ ആ ഇൻഫ്ലോ വയറ്റിന്റെ അകത്തേക്ക് ആ കാത്തീറ്ററിൽ കൂടെ കയറ്റുന്നു. കണ്ടോ അവിടെ പെരിറ്റോണിയൽ ക്യാവിറ്റി ആണ് ബ്രൗൺ നിറത്തിൽ കാണിച്ചേക്കണത്. അതിന്റെ പെരിറ്റോണിയൽ ലൈനിങ്ങും കാണിച്ചിട്ടുണ്ട്, ബ്രൗൺ നിറത്തിൽ പെരിറ്റോണിയൽ ലൈനിങ്ങും ഉണ്ട്. എന്നിട്ട് അത് 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ, ഡയാലിസിസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവര് വേറൊരു ബാഗിലേക്ക് കളക്ട് ചെയ്തേക്കുന്നേ കാണിച്ചേക്കുന്നത്. ഇവിടെ നമ്മുടെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട് ആ സെയിം ബാഗും കത്തീറ്ററും നമുക്ക് ഉപയോഗിക്കാം. വേറെ ബാഗ് വേണമെന്നില്ല. സൊല്യൂഷൻ എടുത്ത ബാഗില്ലേ, ഇരുന്ന ബാഗ്, ആ ബാഗിലേക്ക് തന്നെ അത് നമ്മള് വേസ്റ്റ് ഒക്കെ വരച്ചെടുത്ത ആ ഇതും ആ സൊല്യൂഷനും സെയിം ബാഗിലേക്ക് കളക്ട് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ നോക്കിയേ? ഓക്കെ അല്ലേ? ഇനി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ നിങ്ങള്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും ഒരാൾ തമ്പ് ചെയ്തിടുക, എങ്കിലാണ് എനിക്ക് ക്ലിയർ ആയി എന്ന് മനസ്സിലാവുള്ളൂ. എന്നിട്ട് നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ 1-2 പേര് ശിഖ തമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ഇതും നിങ്ങളൊന്ന് ഇന്ന് തന്നെ, കഴിഞ്ഞ ദിവസം ആരെങ്കിലും നോക്കിയായിരുന്നോ യൂട്യൂബില്? ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് AV ഗ്രാഫ്റ്റ് ഫിസ്റ്റുലയൊക്കെ നോക്കാൻ പറഞ്ഞത് കയറിയോ? ആരെങ്കിലും കയറി നോക്കിയോ? ഇല്ല? യെസ് ഇല്ല. ഇട്ടിട്ടുണ്ട്. വെറുതെ എന്തോ ഒരു സമയം യൂട്യൂബിൽ അതും ഇതൊക്കെ നോക്കി സമയം കളയണേ. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് നോക്കണം കേട്ടോ. ഇന്ന് ഇതുപോലെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസും ഒന്ന് നോക്കണം. അതും ക്ലിയർ ആയിട്ട് അതിനകത്ത് കാണാം. അപ്പൊ യൂട്യൂബിൽ ഒന്ന് കയറി പെരിറ്റോണിയൽ ഡയാലിസിസ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഓക്കെ, യൂട്യൂബില് ഉണ്ട് ചെറിയ വീഡിയോസ്, 2 മിനിറ്റ് ഒക്കെ ഉള്ള ചെറിയ ഷോർട്ട് വീഡിയോസ് കാണാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇനി നമ്മൾ നോക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. There are 3 types of peritoneal dialysis. Peritoneal dialysis നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് CAPD, സെക്കൻഡ് CCPD, IPD. ഞാൻ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുഗർ ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സ്പാൻഡഡ് ഫോം 1-2 ഉണ്ടാവും എക്സാമിന് ഉണ്ടാവും. എക്സ്പാൻഡഡ് ഫോം എഴുതാനായിട്ട് അത് 2-3 എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കാം. CAPD, continuous ambulatory peritoneal dialysis. CCPD, continuous cyclic peritoneal dialysis. IPD, intermittent peritoneal dialysis. First നോക്കാം നമുക്ക് continuous ambulatory peritoneal dialysis. Does not need a machine. ഇത് ഡ്യൂറിംഗ് വേക്കിംഗ് അവേഴ്സ്, നമ്മൾ ഉണരുന്ന സമയം മുതൽ 3-5 പ്രാവശ്യം എക്സ്ചേഞ്ച് നടത്താം. 3-5 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യാം. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. വോയിസ് കട്ടാവുന്നുണ്ടോ? ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ നോക്കിയേ? ഓക്കെ ആയോ? ഓക്കെ, അപ്പൊ നമ്മള് 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ആണ് ഏതാണ്? CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇവിടെ എന്താ
മെഷീൻ വേണ്ട. ഡസ് നോട്ട് നീഡ് എ മെഷീൻ വേണ്ട. എക്സ്ചേഞ്ച് എത്ര പ്രാവശ്യം ചെയ്യാന്ന് പറഞ്ഞേ? 3 to 5 times, 3 or 5 പ്രാവശ്യം ഒരു ദിവസത്തിൽ എക്സ്ചേഞ്ച് നടത്താം. അതായത് ഡയാലിസിസ് ചെയ്യാം. അതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. അത് പേഷ്യന്റിന്റെ ഹെൽത്ത് നോക്കിയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ്, എത്രത്തോളം വേസ്റ്റ് ഉണ്ട്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഡയാലിസിസ് ചെയ്യണം, അതുപോലെ അതിന് എത്ര പ്രാവശ്യം ചെയ്യണം എന്നൊക്കെ ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇത് നോർമലി 3 to 5 times വരെ ഒരു ദിവസം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് ആണ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, CCPD. കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് നീഡ് ദ യൂസ് ഓഫ് എ പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ. ഇവിടെ എന്താണ്, ഒരു പ്രത്യേക ഡയാലിസിസ് മെഷീൻ ആവശ്യമാണ്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം. നമുക്ക് വീടുകളിൽ ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെറിയൊരു മെഷീൻ ആവശ്യമാണ്. അത് നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. This type of dialysis is performed automatically when the patient is sleeping. ഇത് നമുക്ക് പേഷ്യന്റ് ഉറങ്ങുവാണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് പെർഫോം ചെയ്യാൻ പറ്റും, നിർവഹിക്കാൻ പറ്റും. ഇതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടേരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. Which type of dialysis is performed automatically when the patient is sleeping? ഏതാണ്? CCPD. പേഷ്യന്റ് ഉറങ്ങുകയാണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഡയാലിസിസ് പെർഫോം ചെയ്തോളൂ. ഇനി അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, IPD. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, IPD. Use the same type of machine as CCPD. CCPD പോലുള്ള സെയിം മെഷീൻ ആണ്. ബട്ട് ദ ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. പക്ഷെ എന്താ, ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി ലോങ്ങർ ആയിരിക്കും. IPD can be done at home but is usually in the hospital. ഇത് വീടുകളിലാണ് വീടുകളിൽ ചെയ്യാം, but it is usually in the hospital. പക്ഷെ സാധാരണയായിട്ട് ഹോസ്പിറ്റലിലാണ് ചെയ്യാറ്. ഓക്കെ, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് യൂസ് ദ ഓക്കെ, നോക്കാം. നിങ്ങളുടെ ഒരാൾക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നെറ്റിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ കട്ടാവുന്നത്. യൂസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആ CCPD ബട്ട് ദ ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. CCPD പോലുള്ള സെയിം മെഷീൻ ആണ്, അപ്പൊ പക്ഷെ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി ലോങ്ങർ ആയിരിക്കും. IPD നമുക്ക് വീടുകളിൽ ചെയ്യാം, പക്ഷെ സാധാരണയായിട്ട് ഹോസ്പിറ്റലിലാണ് ഇത് ചെയ്യാറ്. The supplies and equipment needed, duration of each treatment and the number of treatment per day will differ relying on the type of PD you are using and your medical condition. ഇവിടെ നോക്കിയേ, നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സപ്ലൈകൾ ആ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, അതായത് ഓൾസോ നോൺ ആസ് എക്സ്ചേഞ്ച്, എത്ര പ്രാവശ്യം ഇത് ചെയ്യണം, അതിന്റെ ഡ്യൂറേഷൻ എത്ര മണിക്കൂർ ഇടവിട്ട് ചെയ്യണം എന്നുള്ളത്, പിന്നെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് പെർ ഡേ, ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഏതിനനുസരിച്ച്? റിലേയിങ് ഓൺ ദ ടൈപ്പ് ഓഫ് PD. നമ്മൾ ചൂസ് ചെയ്യുന്ന PD പെരിറ്റോണിയൽ ഡയാലിസിസിന് അനുസരിച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ്, നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ, ഇതിനെയൊക്കെ അനുസരിച്ച് നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ, നമ്മൾ ചൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നിവയൊക്കെ ഡിപ്പെൻഡ് എന്നിവയൊക്കെ അനുസരിച്ച് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള സപ്ലൈകള്, ഡ്യൂറേഷൻ, ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, അതുപോലെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്, എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളത്, ആ നമ്പർ, ഇതെല്ലാം എന്ത് ചെയ്തിരിക്കും? വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, normally this process take a few hours and required to repeat it 4 to 6 times per day. സാധാരണയായിട്ട് നമുക്ക് ഫ്യൂ ഹവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾ കൊണ്ട്, ഒരു 4 മണിക്കൂറൊക്കെ മതിയാവും മാക്സിമം. 4 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് ടു ബി റിപ്പീറ്റഡ് 4 to 6 times per day. 4 മുതൽ 6 പ്രാവശ്യം വരെ അത് റിപ്പീറ്റ് ചെയ്യാന്ന്. അത് നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ ബോഡിയിലെ വേസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ ഡയാലിസിസിന്റെ എണ്ണം കൂട്ടേണ്ടി വരും. ഓക്കെ,
അപ്പൊ അത്രയാണ് പെരിറ്റോണിയൽ ഡയാലിസിസിനെ പഠിക്കുന്നത്. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കുക. 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതൊക്കെയാണെന്നുള്ളതും അതിന്റെ എക്സ്പാൻഡഡ് ഫോമും നിർബന്ധമായിട്ട് നോക്കുക. CAPD, CCPD, IPD. ഇനി നെക്സ്റ്റ് വരുന്നതാണ് CRRT. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം. CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. എന്താണ് CRRT? എല്ലാവരും മനസ്സിൽ പറയുക. കണ്ടിന്യൂസ് renal replacement therapy, CRRT. This therapy is used mainly in the intensive care unit for people with a severe kidney failure. This therapy is mainly in the intensive care unit for people with a severe kidney failure. Kidney failure severe ആയിട്ട് കിഡ്നി രോഗം കൂടുതലായിട്ട് ഒരുപാട് കൂടിപ്പോയ കേസുകൾ അങ്ങനെ കേടിയിട്ട് ഈ ഇന്റൻസീവ് കെയറിൽ ICU യൂണിറ്റിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനാണ് സാധാരണയായിട്ട് CRRT ചെയ്യാറ്. This therapy is used mainly in the intensive care unit for people with a severe kidney failure. സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ട് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെയാണ് ഈ തെറാപ്പി ഉപയോഗിക്കാറ്, ഈ ഡയാലിസിസ് ഉപയോഗിക്കാറ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ. എങ്ങനെയാണ് CRRT അല്ലെങ്കിൽ കണ്ടിന്യൂസ് റീപ്ലേസ്മെന്റ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, അതിനെയാണ് ഹീമോഫിൽട്രേഷൻ എന്നറിയപ്പെടുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. എന്താ ചെയ്യുന്നത്? എ മെഷീൻ പാസസ് ദ ബ്ലഡ് ത്രൂ എ ട്യൂബ്. ഒരു മെഷീൻ എന്ത് ചെയ്യുന്നു? ഒരു മെഷീന് ഇവിടെ നമ്മള് ആ ബ്ലഡിലേക്ക് പാസ് ചെയ്യുന്നു. ഒരു ട്യൂബിലൂടെ ഒരു മെഷീൻ ബ്ലഡിലേക്ക് കടത്തിവിടുക ചെയ്യുന്നത്. എ മെഷീൻ പാസസ് ദ ബ്ലഡ്. എങ്ങോട്ടാ മെഷീൻ പാസ് ചെയ്യുന്ന? ബ്ലഡിലേക്ക്. ഏതിൽ കൂടെ പാസ് ചെയ്യുന്ന? ട്യൂബിലേക്കൂടെ. ഒരു ട്യൂബിൽ കൂടെ ഒരു മെഷീൻ ബ്ലഡിലേക്ക് കടത്തിവിടുന്നു. ഇറ്റ് ഫിൽറ്റേഴ്സ്. അതൊന്ന് ശരിയാക്കി. ഇറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് എലിമിനേറ്റ്. It filters and eliminate the waste product and water. ഇവിടെ എന്ത് ചെയ്യുന്നു? എന്നിട്ട് ആ മെഷീൻ എന്ത് ചെയ്യുന്നു? വേസ്റ്റ് പ്രോഡക്ട്സ് വാട്ടറിനെയൊക്കെ എന്തെന്ന് ഫിൽറ്റർ ചെയ്യുന്നു. എലിമിനേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഫിൽറ്റേഴ്സ്, അത് ഫിൽറ്റർ ചെയ്യുന്നു. ആൻഡ് എലിമിനേറ്റ് വേസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് വാട്ടർ. വേസ്റ്റ് പ്രോഡക്ട്സ് എക്സസ് വാട്ടറിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു ആ മെഷീൻ തന്നെ. The blood is returned the body with the together with the replacement fluid. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. Blood is returned to the body together with the replacement fluid. This procedure is discharged 12 to 24 hours a day, normally every day. Discharge പെർഫോംഡ് നിർവഹിക്കുക. ഈ പ്രൊസീജിയർ എത്ര സമയം ചെയ്യാം? 12 to 24 hours a day. ഒരു ദിവസത്തില് 12 മുതൽ 24 മണിക്കൂർ വരെ ചെയ്യാം. നോർമലി എവരി ഡേ, എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ICUയിൽ കിടക്കുന്ന സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ട് കൊടുക്കുന്ന ഒരു തെറാപ്പി, ഒരു ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, ഒരു മെഷീനാണ്. ആ മെഷീന് ട്യൂബിലൂടെ ബ്ലഡിലേക്ക് കടത്തിവിടുന്നു. അത് എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. വേസ്റ്റ് പ്രോഡക്ട്സിനെ വാട്ടറൊക്കെ ആ മെഷീൻ തന്നെ എലിമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് ബ്ലഡ് എന്ത് ചെയ്യുന്നു? പ്യൂരിഫൈ ചെയ്തിട്ട് ആ ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കയറ്റുന്നു. ഇത് എത്ര സമയം വേണം? 12 to 24 hours a day, normally every day. ഓക്കെ, ക്ലിയർ ആയോ? CRRT എക്സ്പാൻഡഡ് ഫോം നോക്കാം. ഇവിടെ പിന്നെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. Which type of dialysis is used mainly in the intensive care unit for people with a severe kidney failure? Options are hemodialysis, B peritoneal dialysis, C CRRT, option D none of the above. ഇത് വരും. ഇത് ഓപ്ഷൻ ആണ് CRRT. ഓക്കെ, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, CRRT. ഇനി നമ്മുടെ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആണ്. ഓർ ബെനിഫിറ്റ്സ്. അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മളിപ്പോ എന്ത് കാര്യമാണെങ്കിലും നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയി നമ്മൾ മരുന്ന് മേടിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ആന്റിബയോട്ടിക്സ് ഒക്കെ ആണെങ്കിൽ മിക്കവാറും 5 ദിവസമാണ് പറയുന്നത്. ആ കോഴ്സ് 5 ദിവസം അത് കഴിച്ചാലാണ് നമുക്കത് മാറുള്ളൂ, അല്ലെ? 4 ദിവസം 3 ദിവസം കഴിച്ചിട്ട് നിർത്താൻ പാടില്ല. നമ്മള് അത് റെക്കമെൻഡ് അനുസരിച്ച്
റെക്കമെൻഡേഷൻ അനുസരിച്ച് എത്ര ടൈം കഴിക്കണം, എത്ര പ്രാവശ്യം കഴിക്കണം, അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ അല്ലെ. ഇപ്പൊ അല്ല, ഇപ്പൊ ആന്റിബയോട്ടിക്സ് അല്ല, വെറുതെ ടാബ്ലറ്റ്സ് ആണെങ്കിലും നമ്മൾ പോയി ഡോക്ടറിന്റെ അടുത്ത് പോയി ടാബ്ലറ്റ്സ് ഒരു സ്ലിപ്പ് 10 ഉണ്ടെന്ന് വിചാരിക്കുക, 10 ടാബ്ലറ്റ്സ് ഉള്ള ഒരു സ്ലിപ്പ് തന്നു, നമ്മളോട് 1 വീതം 3 നേരം കഴിക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിന്റെ ഈ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് കേട്ടോ, ഡയാലിസിസിന്റെ അഡ്വാൻറ്റേജസ് ആണ്. നമ്മള് ഡയാലിസിസ് ചെയ്യൂലേ, അത് അതിന്റെ അഡ്വാൻറ്റേജുകൾ ഇത് പറയുമ്പോ ഞാൻ പറയാം. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ടാബ്ലറ്റ്സ് തന്നു, അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ ശ്രദ്ധിച്ച്, പ്രത്യേകിച്ച് എന്താ പറയാ, നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കും. നമുക്ക് നല്ല വേദനയൊക്കെ ആയിട്ട് ആദ്യം ഒന്നും ആരും ഹോസ്പിറ്റലിലൊന്നും പോകില്ല അല്ലെ. ഒരു ചെറിയ ഇതൊക്കെ ആണെങ്കിൽ ആരെങ്കിലും പോവോ? ഇല്ല, അതവിടെ വെച്ചോണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് തീരെ വയ്യാതെ ആകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാതെ മാറില്ല എന്നുള്ള കണ്ടീഷൻ അവിടെ മിക്കവരും തന്നെ പോകുന്നത്. ആദ്യം തന്നെ തുടക്കത്തിൽ ഒന്ന് പോകണം, ഒരു കുറവോ ഒരു പനിയോ വന്നു, നമ്മൾ എന്തെങ്കിലും നമുക്ക് അറിയാവുന്ന വല്ല പാരസെറ്റമോളോ അല്ലെങ്കിൽ ഇച്ചിരി ചുക്കാപ്പിയോ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് മാക്സിമം നോക്കും. തീരെ അവിടെ കുറയുണ്ടെങ്കിൽ മാത്രമേ ഡോക്ടറിനെ പോയി കാണുള്ളൂ. അവിടെ ചെന്ന് മരുന്ന് തന്നു കഴിഞ്ഞാൽ നമ്മളോട് 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിക്കാൻ പറഞ്ഞുകൊണ്ട് മരുന്ന് തന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം നമ്മൾ ശ്രദ്ധിച്ചു കഴിക്കും. രണ്ടാമത്തെ ദിവസം വലിയ കുഴപ്പമില്ല, മൂന്നാമത്തെ ദിവസം ഇച്ചിരി കുറയുമ്പോൾ നമ്മൾ അത്ര ചിലപ്പോൾ ഒരു 3 നേരം കഴിക്കുന്നതിന് 2 നേരം കഴിക്കുള്ളൂ, 1 നേരം മറന്നു അല്ലെ. ലാസ്റ്റ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കൂല, നമ്മുടെ അത് വേദന മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ടാബ്ലറ്റ്സ് ഫുള്ളായിട്ട് കഴിക്കൂല. മിക്കവരും തന്നെ അങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെയാലും ആ ടാബ്ലറ്റ്സിൽ ബാക്കി ഉണ്ടാവും, അവിടെ 2-3 ഒക്കെ ഉണ്ടാവും. അത് കുറച്ചാൾ കഴിയുമ്പോൾ എടുത്ത് കളയും അല്ലെ. കറക്റ്റ്. ഇത് ഇവിടെ കിട്ടേണ്ടത് നോർമലി, പ്രത്യേകിച്ച് അമ്മമാരുടെ കാര്യമായിട്ട് പറയുന്നത്. അവര് ഹസ്ബൻഡിന്റെ കാര്യം, മക്കളുടെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു നോക്കുക. സ്വന്തം കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ അത്ര ശ്രദ്ധ കാണിക്കൂല. ഇങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇങ്ങനെയാണെങ്കിലും ഡയാലിസിസ് ഒക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞു വന്നത് എന്താ, നമ്മൾ അവര് പറയുന്നതിന്റെ അനുസരിച്ച്, ആ റെക്കമെൻഡ് ചെയ്ത ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ അല്ലെ. ഇവിടെ നോക്കി നിങ്ങൾ പറഞ്ഞേക്കുന്നത്, ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് യുവർ ഡയാലിസിസ് ട്രീറ്റ്മെന്റ്. നമ്മൾ ചെയ്യുന്ന ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഫലപ്രാപ്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, സുമിയല്ലേ? ലീവ് ചെയ്തോട്ടോ. നമ്മളിപ്പോ ഓൾറെഡി ക്ലാസ്സിൽ കയറുന്നവര് നിങ്ങൾക്കിടെ നമ്മുടെ സ്വന്തം മനസാക്ഷിയെ നോക്കുക. അതനുസരിച്ച് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണെങ്കിലും നിങ്ങൾ ലീവ് ചെയ്ത് പോക്കോ. ജസ്റ്റ് ലീവ് ചെയ്യാന്നൊന്ന് മെസ്സേജ് ഇടുക. അത് നോർമൽ ഒരു ഇതിന്. ഇനി അത് വലിയ ഇഷ്യോ പ്രശ്നങ്ങളോ ഒന്നും ആക്കണ്ട. നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണം ഇല്ലാതെ പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് മാത്രം. അതിനെ ഓർത്ത് ആരും ടെൻഷൻ അടിക്കോ പേടിക്കോ അല്ലെങ്കിൽ ഒന്നും വേണ്ട കേട്ടോ. നിങ്ങള് ഇന്ത്യയുടെ മാർക്കിന്റെ ഒക്കെ കാര്യം പറഞ്ഞത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് നിങ്ങൾ മാത്രമല്ല കേട്ടോ, മറ്റുള്ള ക്ലാസ്സിൽ നിന്ന് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒത്തിരി കുട്ടികൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. ഇത് വലിയ ഇഷ്യൂ ആക്കി എടുക്കുവോ അങ്ങനെയുള്ള നിങ്ങളെ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാതായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാം ചെയ്ത് ക്ലാസ് ഇത്രയും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. എങ്കിലും ഓരോ പോർഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആക്കി പോണത്. നിങ്ങൾക്ക് കൂടുതൽ വായിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ പറയാറില്ലേ, നമ്മൾ മാക്സിമം ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചു പോകാം. ഇതൊക്കെ ഈ ചാപ്റ്ററുകളൊക്കെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്തു പോകാം. നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു മാർക്ക് പോലും കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. ഇന്റേണൽ മാർക്കൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ സാർ പറയും. നിങ്ങൾ എഴുതുന്ന ആ ഒരു എക്സാമിന്റെ പേപ്പറുകളിൽ കിട്ടുന്ന മാർക്കിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും. ഇനി ആ ഒരു മേഖലയിലേക്കൊന്നും ഞാൻ പോണില്ല. ജസ്റ്റ് നമ്മുടെ ഒരു മനസാക്ഷിനെ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ന്യായമായ കാരണം കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യാം. മിക്കവരും നിങ്ങളിപ്പോ ഇവിടെ ലൈവിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ പേരുകൾ റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നത്. അവർക്ക് അങ്ങനെ പറ്റുള്ളൂ. ജോലിക്ക് പോകുന്നവര്, മറ്റുള്ള ഇതിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളവര് ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സുകൾ അവർ കാണുള്ളൂ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് അതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് എല്ലാവരും കൂടി അങ്ങനെ ഇറങ്ങി പോകാം എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യും ഞങ്ങളെ കൊണ്ട്. നിങ്ങൾക്ക് ഒരു മാർക്ക് കൂടെ കൂടുതൽ കിട്ടാനേ ഞങ്ങൾ നോക്കുള്ളൂ. ഒരിക്കലും നിങ്ങളൊരു മാർക്ക് പോലും ഞങ്ങളായിട്ട് ഒരു കുറയ്ക്കാനോ പ്രശ്നമൊന്നും ഇല്ല. നിങ്ങൾക്ക് എല്ലാവരും ഇത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി നല്ല രീതിയിൽ എവിടെയെങ്കിലും പെട്ടെന്ന് ജോലിക്ക് കയറാൻ വേണ്ടി ആണ് ഞങ്ങളുടെ പ്രാർത്ഥനയും അതായത് ഞങ്ങളുടെ ഒരു സന്തോഷവും. ഓക്കെ, ലീവ് ചെയ്തോട്ടോ. എന്തായാലും ഒന്നും മിണ്ടാത്തേ, ഒരു തമ്പോലൊന്നും ഒന്നില്ലല്ലോ ഞാൻ ഇത്രയും പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ശിഖ വേഗം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അവിടെ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു വന്നത്? ബെനിഫിറ്റ്സ് ആണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്.
അപ്പൊ നമ്മള് ഫസ്റ്റ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മള് അവിടെ എന്താ ഡാൻസ് ചെയ്യുമ്പോൾ ആ റെക്കമെൻഡേഷൻ അനുസരിച്ച് റെക്കമെൻഡഡ് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ പോയിന്റ്, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കണം. ഇപ്പൊ നമ്മൾ പറയുന്ന രീതിക്ക് ചെയ്യാതെ പകുതി വഴിക്ക് ഡയാലിസിസ് തുടങ്ങി പകുതി വഴിക്ക് നിർത്താൻ നമ്മുടെ തോന്നിവാസം നമുക്ക് നിർത്താനൊക്കെ അതിന്റെ ഒരു നമുക്കൊരു കറക്റ്റ് ബെനിഫിറ്റ് കിട്ടൂല ഡയാലിസിസ് ചെയ്യണേണ്ടേ. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? റെക്കമെൻഡ് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. അത് പറഞ്ഞ സമയം പറഞ്ഞ രീതിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുക. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് നോക്കിയേ, എബൌട്ട് കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ നമ്മുടെ ഈറ്റിംഗ് പ്ലാൻ പാലിക്കുക. ഓക്കെ, നമ്മുടെ ഭക്ഷണക്രമം പാലിക്കുക. നമ്മള് ഇപ്പൊ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ചെയ്യുന്നവർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമുക്ക് വെള്ളം പോലും ആ ഡോക്ടർ പറയും ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കാമുള്ളൂന്ന്. ഒരുപാട് വെള്ളം നമുക്ക് അംശം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഇതും ഒക്കെ ഇത് വ്യത്യാസം വരും. അതുപോലെ ഫുഡ് ആണെങ്കിലും നമ്മൾ കഴിക്കുന്നതൊക്കെ അതെന്താ പറയാ ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഡയറ്റീഷ്യന്റെ കറക്റ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യണം. നമുക്ക് തോന്നിയ രീതിയിൽ ഇഷ്ടമുള്ളതൊക്കെ വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. ഇപ്പൊ ഡയാലിസിസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഡയാലിസിസിലെ ഫലപ്രാപ്തി നമുക്ക് കിട്ടണമെങ്കിൽ രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്ന ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം? ഈറ്റിംഗ് പ്ലാന് പാലിക്കുക. ക്ലിയർ അല്ലേ? ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ്, ഡയറ്റീഷ്യൻ പറയുന്ന രീതിക്ക് തന്നെ നമ്മൾ അതനുസരിച്ച് തന്നെ ആഹാര രീതികളൊക്കെ അതനുസരിച്ച് പിന്തുടരണം. നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കിയേ, ഗെറ്റ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആസ് പോസിബിൾ ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. നമ്മളുടെ സ്ട്രെങ്ത്, നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്ത്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ അതിനൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. ഓക്കെ, get as much physical activity as possible to improve your strength and heart health. നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ അതിനെയൊക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് പറഞ്ഞേക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡയാലിസിസ് പ്രൊവൈഡർ ആൻഡ് ഫാർമസിസ്റ്റ് about any medication, supplements of herbal products you are taking or are considering starting. അപ്പൊ നമ്മള് ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡയാലിസിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒക്കെ എന്ത് ചെയ്യണം? നമ്മളൊക്കെ എന്തെങ്കിലും മെഡിക്കേഷൻ ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെ മരുന്നുകൾ കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സപ്ലിമെന്റ്സ് അവർ തരുന്ന ഈ ഉപകരണങ്ങളിൽ അതെങ്ങനെ ഉപയോഗിക്കണ്ടേ, അല്ലെ അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ഇതെങ്ങനെയായിരിക്കും നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ അങ്ങോപ്പിച്ച് അതെങ്ങനെയായിരിക്കും, അതിങ്ങനെ കഴിക്കായിരിക്കും, അത് ഈ ഗുളിക എന്തിനുള്ളതായിരിക്കും എന്നൊക്കെ നമ്മുടെ ഒരു അനുമാനത്തിന് നമ്മൾ ഒരു കാര്യം തീരുമാനിക്കരുത്. നമുക്ക് ഇത് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മരുന്നുകളായിട്ടോ സപ്ലിമെന്റ്സ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? മരുന്നുമായിട്ട് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാർമസിസ്റ്റിനെ വിളിച്ച് നമുക്ക് അവിടെ ചോദിക്കാം, നമ്മുടെ സംശയം ക്ലിയർ ചെയ്യുക. അതുപോലെ അങ്ങനെ അപ്പൊ ഡയാലിസിസ് പ്രൊവൈഡറിനോട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത്, ടോക്ക് വിത്ത് ദ ഡയാലിസിസ് ടീം അബൌട്ട് എനി ആൻസൈറ്റി ഓർ സൈഡ് എഫക്ട്സ് ദാറ്റ് യു മേ ഹാവ്. നമുക്ക് ഇത് ചെയ്യുമ്പോഴേ എന്തെങ്കിലും ഉത്കണ്ഠകള് നമുക്ക് അറിയാൻ പാടില്ലാത്ത പുതിയതായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കും, അല്ലെ? അയ്യോ അതെങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളൊരു ഒരു ആൻസൈറ്റി, ഒരു ഉത്കണ്ഠ ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സുകൾ ഉണ്ടെങ്കിൽ ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോഴൊക്കെ നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉത്കണ്ഠയോ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യണം? ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. നമ്മൾ തുറന്ന് സംസാരിക്കണം. ഇത് ഞാൻ ചെയ്തപ്പോ എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ എന്ത് സംശയമാണെങ്കിലും നമ്മൾ അത് ക്ലിയർ ചെയ്തിട്ട് പോകണം. നമ്മളുടെ ഒരു അനുമാനത്തിൽ വെച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിനും അങ്ങനെ ഒരു ഇതിന്റെ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനോ ഇതൊന്നും പാടില്ല. സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും, പല ടാബ്ലറ്റ്സ് അത്
ചിലർക്ക് അതൊക്കെ ഓരോരുത്തർക്കുടെ ബോഡി ഇതിനനുസരിച്ചിരിക്കും, ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു ടാബ്ലറ്റ് തന്നെ രണ്ടുപേര് കഴിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഓരോ ഇതുണ്ടാവണമെന്നില്ല. ചിലർക്കുടെ ബോഡിക്ക് വലിയ പ്രശ്നമുണ്ടല്ലോ, ചിലർക്ക് അത് സൈഡ് എഫക്ട്സ് ഉള്ളവരും ഉണ്ട്. അപ്പൊ അതങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആൻസൈറ്റിയോ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സോ ഉണ്ടെങ്കിൽ നമ്മൾ ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. ഓക്കെ, 5 പോയിന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞേക്കുന്നത് 5 പോയിന്റ്സുകളാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഡയാലിസിസിന്റെ ആ ട്രീറ്റ്മെന്റിന്റെ എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, 5 പോയിന്റ്സ് ഉണ്ട്. ഇനി ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേ, വായിച്ചു നോക്കുക കേട്ടോ. കിട്ടിയില്ലെങ്കിൽ തുറന്നു തന്നെ ചോദിക്കാം. എനിക്ക് എത്ര പ്രാവശ്യം പറയണതിന്റെ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് പോകണം. ഓക്കെ, 3rd പോയിന്റ്. നമ്മുടെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്ത്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. സാധ്യമായിട്ടുള്ള എല്ലാവരും അല്ല, വലിയ കട്ടിയുള്ളതോ ഇതൊന്നല്ല, സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യുക നമ്മുടെ സ്ട്രെങ്ത് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അഭിരാമി ഇവിടെ 4th പോയിന്റ് ഇട്ടിട്ടുണ്ട്. എന്താണ് 4th പോയിന്റിൽ പറയുന്നത്? നമുക്ക് ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മരുന്നുകള്, സപ്ലിമെന്റ്സ്, അത് സപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും ഇതൊക്കെ ആയിട്ട്. ഹെർബൽ പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ പ്ലാന്റിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഇതാണ് ഹെർബൽ പ്രോഡക്ട്സ് മെയ്ഡ് ഫ്രം പ്ലാന്റ്സ് ആണ് ഹെർബൽ പ്രോഡക്ട്സ്. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഫാർമസിസ്റ്റുമായിട്ടോ ഡയാലിസിസ് പ്രൊവൈഡറുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ് എന്താ? ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. എന്തിനാ? നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ്, ഡയാലിസിസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉത്കണ്ഠകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കാം. ക്ലിയർ അല്ലേ? എല്ലാ പോയിന്റ്സും ക്ലിയർ അല്ലേ? ഓക്കെ, അതൊക്കെ നമ്മളിത് ചെയ്യുമ്പോൾ ഡയാലിസിസ് ടീം തന്നെ എന്താ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്, എന്താണോ ചെയ്യേണ്ടത്, എന്ത് ചെറിയ ചെറിയ എക്സസൈസോ അല്ലെങ്കിൽ യോഗ അങ്ങനെ പോലുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവര് പറഞ്ഞു തരും, ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ഫുള്ള് നമുക്കൊരു ഇത് ചെയ്യുമ്പോൾ പറയും, അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാത്രമല്ല, ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഇനി നെക്സ്റ്റ് ആണ് ആഫ്റ്റർ ഇഫക്ട്സ്. ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് വെച്ചാൽ മരുന്നൊക്കെ കഴിച്ച് നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ളവരുണ്ടാവും. ടാബ്ലറ്റ്സ് ഒക്കെ ചൊറിച്ചിലോ അല്ലെങ്കിൽ വേറെ അങ്ങനെ എന്തെങ്കിലും ശ്വാസമുട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ, ചിലർക്ക് ചില മെഡിസിൻസ് ഒന്നും പറ്റില്ല, നമ്മുടെ ബോഡിക്ക് പറ്റില്ല, ചില സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ഇതുപോലെ ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ അത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യുന്നവർക്ക് ചില ആഫ്റ്റർ ഇഫക്ട്സുകൾ ഉണ്ടാവും. അതെന്ന് വെച്ചാൽ ഈ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാകാന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്. ബോത്ത് കൈൻഡ് ഓഫ് ഡയാലിസിസ് കം വിത്ത് സൈഡ് എഫക്ട്സ്. 2 തരത്തിലുള്ള ഡയാലിസിസും, ഏതൊക്കെയാ? ഹീമോ ഡയാലിസിസ് ആണെങ്കിലും പെരിറ്റോണിയൽ ഡയാലിസിസ് ആണെങ്കിലും 2 ഡയാലിസിസിനും ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ടെന്നാ പറയുന്നത്, ഉണ്ടാവാറുണ്ട്. It can also be difficult to tell surely whether its symptoms is because of dialysis or the kidney failure that is also affecting the body. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ സിംറ്റംസ് പറയാന്നുള്ളത്, കറക്റ്റ് ആയിട്ട് പറയാന്നുള്ളത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എനിക്ക് ഇപ്പൊ ചെയ്യണമെങ്കിൽ എനിക്ക് വന്ന സിംറ്റംസ് ആയിരിക്കില്ല വേറെ ആൾക്ക് ചിലപ്പോൾ വന്നത്. അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ എന്താണ് കറക്റ്റ് ആയിട്ട് ഷുവർ ആയിട്ട് അതിന്റെ സിംറ്റംസ് എന്താണെന്നുള്ളത് പറയാന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഡയാലിസിസ് ഓർ ദ കിഡ്നി ഫെയിലിയർ ദാറ്റ് ഈസ് ഓൾസോ അഫക്റ്റിംഗ് ദ ബോഡി. നമ്മുടെ ബോഡീനെ എങ്ങനെയാണ്, പലർക്കുടെ ബോഡി സ്ട്രക്ചർ വ്യത്യാസം ഉണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ബോഡീനെ എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്, അത് പല രീതിയിലായിരിക്കും. അതനുസരിച്ച് ആ സിംറ്റംസും വ്യത്യാസപ്പെടാം. അത് ഷുഗർ ആയിട്ട് ഇന്നത് എന്നുള്ളത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നാ പറയുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞേ? ബിക്കോസ് ഓഫ് ഡയാലിസിസ് ഓർ ദ കിഡ്നി ഫെയിലിയർ ദാറ്റ് ഈസ് ഓൾസോ അഫക്റ്റിംഗ് ദ ബോഡി. നമ്മുടെ ബോഡീനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസപ്പെടാം.
Some of the most common after effects that people tell the include. ചില ആളുകൾ കോമൺ ആയിട്ട് പറഞ്ഞേക്കുന്ന കുറച്ച് സിംറ്റംസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പൊ 100 പേര് എടുക്കുകയാണ്, അതിലൊരു 80 പേര് ഒരേ കാര്യം പറഞ്ഞെങ്കിൽ നമുക്കൊരു കൺക്ലൂഷൻ വന്നുള്ള നിലയിൽ അതൊരു സിംറ്റംസ് ആയിട്ട് എടുക്കാം നമുക്ക്. അപ്പൊ അങ്ങനെ ആളുകൾ കോമൺ ആയിട്ട് പറഞ്ഞ ചില സൈഡ് എഫക്ട്സ് ആണ്, ആഫ്റ്റർ ഇഫക്ട്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അത് രണ്ടും തിരിച്ച് തന്നെ തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹീമോഡയാലിസിന്റെ സിംറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിന്റെ സിംറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. പിന്നെ ഹീമോഡയാലിസിസ് HD. Stoppage in your vascular access site. Stoppage in your vascular access site. Stoppage എന്ന് വെച്ചാൽ ഒരു തടസ്സം ഉണ്ടാവുക, തടസ്സം. സ്റ്റോപ്പേജ് തടസ്സം. നമ്മുടെ വാസ്കുലർ അക്സസ് സൈറ്റ് എൻട്രൻസ് പോയിന്റിൽ എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം ഉണ്ടാവുക, ബ്ലോക്ക് ഉണ്ടാവുക. ഇതൊരു ആഫ്റ്റർ ഇഫക്ട്സ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ആയിട്ടാണ് പറയുന്നത്. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അക്സസ് സൈറ്റ്. രണ്ടാമത്തെ മസ്കുലർ സ്പാസം എന്ന് വെച്ചാൽ പേശി രോഗാവസ്ഥ. അറിയില്ലാത്തവര് മലയാളത്തിൽ തന്നെ അവിടെ എഴുതി വെച്ചോളാം. പിന്നീട് വായിക്കുമ്പോൾ ഇനി എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വേണ്ട. മസ്കുലർ സ്പാസം എന്ന് പറഞ്ഞാൽ പേശി രോഗാവസ്ഥ. പേശികൾക്ക് ഉണ്ടാകുന്ന ചില രോഗങ്ങൾ അങ്ങനെയുള്ളത്. പിന്നെ ഹൈപ്പോ ടെൻഷൻ, ബ്ലഡ് പ്രഷർ, BP കുറയുക. ഹൈപ്പോ എന്നാണ് കേട്ടോ. ഹൈപ്പോ ടെൻഷൻ, ബ്ലഡ് പ്രഷർ, BP കുറയാൻ കാരണമാകും. നെക്സ്റ്റ് വീക്ക്നെസ്, നമുക്ക് ക്ഷീണം വരാം. ഡിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകറക്കം, ഡിസിനസ്. ഓർ നോസിയ ഓക്കാനം വരെ ശ്രദ്ധിക്കാനൊക്കെ വരില്ല, വോമിറ്റ് ചെയ്യാൻ വരില്ലൊക്കെ നമുക്കൊരു അങ്ങനൊരു ഓക്കാനം വരില്ലേ, അത് ഓക്കാനം. ഓക്കെ, നോസിയ. അപ്പൊ വീക്ക്നെസ്, ഡിസിനസ് ഓർ നോസിയ. അത് അറിയില്ലാത്ത മീനിങ് ഉണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചോട്ടോ. നമ്മുടെ നോട്ടാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എഴുതി വെക്കാം, കാര്യം മനസ്സിലാവണം, അത്രേ ഉള്ളൂ. ഡിസിനസ് എന്ന് പറഞ്ഞാൽ തലകറക്കം, നോസിയ, ഓക്കാനം. പിന്നെ അടുത്തതാണ് അഞ്ചാമത്തെ ഒരു സിംറ്റംസ് ആണ് ബ്ലഡ് ലോസ്. ഒത്തിരി ബ്ലഡ് നഷ്ടപ്പെടാണ്. ഇത്രയും കാര്യങ്ങളാണ് HDയുടെ സിംറ്റംസിൽ വരുന്നത്. ഒന്നുകൂടി നോക്കാം. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അക്സസ് സൈറ്റ്, മസ്കുലർ സ്പാസം, ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ, വീക്ക്നെസ്, ഡിസിനസ് ഓർ നോസിയ, ബ്ലഡ് ലോസ്. ഓക്കെ, ഇനി PD എന്ന് പറഞ്ഞാൽ പെരിറ്റോണിയൽ ഡയാലിസിസ്. അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാ? ഹെർണിയ കേട്ടിട്ടുണ്ടോ? ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കോ, അല്ലെങ്കിൽ ഹെർണിയക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഒരു കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്താ മലയാളം ഹെർണിയ എന്ന് പറഞ്ഞാൽ? ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് ആരെങ്കിലും അറിയാവുന്നവര്. ഹെർണിയ. നോസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കാനം കേട്ടോ, വീക്കം. ഹെർണിയ എന്തിനുണ്ടാവുന്ന വീക്കം? കുടലിറക്കം. ഓക്കെ, ഞാൻ ഇത് ഇപ്പൊ എനിക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് മലയാളം കറക്റ്റ്. ഹെർണിയ എന്ന് പറഞ്ഞ കുടലിറക്കം കേട്ടോ. ബൾജിങ് തന്നെയാണ്, ലംബ് ഓർ സൊല്ല് വരിക കുടല്. ഓക്കെ, ഹെർണിയ. വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽസ് ഓഫൺ പ്രസന്റിംഗ് ആസ് എ ലംബ് ഓർ സൊല്ലൻ. നമ്മുടെ പേശിയുടെ ഭിത്തിക്ക് ഉണ്ടാകുന്ന ബലക്കുറവ് മൂലോ അല്ലെങ്കിൽ വയറിനകത്ത് ഉണ്ടാകുന്ന പ്രഷർ മൂലോ നമ്മുടെ കുടല് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്ന ഒരവസ്ഥ, പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഓക്കെ, ഹെർണിയ. Weakness in your abdominal muscle often presenting as a lump or swollen arm. Hernia. Next, weight gain. എന്താണ്? ഹെർണിയയുടെ ആണോ? പേശി ഭിത്തിയുടെ ബലക്കുറവോ അല്ലെങ്കിൽ വയറിനകത്ത് ഉണ്ടാകുന്ന പ്രഷർ മൂലമോ, പ്രഷർ കാരണമോ കുടല് പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥ. ലംബ് ഓർ സൊല്ല് ചെയ്ത് വരും. അതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്താണ് വെയിറ്റ് ഗെയിൻ. വെയിറ്റ് കൂടും പെട്ടെന്ന്. ഓവർ വെയിറ്റ്, ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് അങ്ങനെ വെയിറ്റ് വെക്കൂലേ, അങ്ങനെ വെയിറ്റ് കൂടാനും ചാൻസ് ഉണ്ട്. ഇത് രണ്ടും PD, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സിംറ്റംസ് ആണ്. ഹെർണിയ, വെയിറ്റ് ഗെയിൻ. അപ്പൊ ഇത് പഠിക്കായിരിക്കും നിങ്ങൾക്ക് എളുപ്പം അല്ലെ? ഇതിനകത്ത് PDയുടെ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സിംറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാന്ന് ചോദിക്കാം. HD ഹീമോഡയാലിസിസിന്റെ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാന്നൊക്കെ ചോദിക്കാം.
അപ്പൊ അതിനകത്ത് പീരീഡ് രണ്ടെണ്ണം ഉള്ളൂ, ഹെർണിയ, വെയിറ്റ് ഗെയിൻ. ക്ലിയർ അല്ലേ? രണ്ട് ഇതിന്റെ സൈഡ് എഫക്ട്സ് നോക്കണം കേട്ടോ. PD, ഹെർണിയ, വെയിറ്റ് ഗെയിൻ. ഇതിനകത്തൊന്നും എക്സ്ട്രാ നോട്ട്സ് ഒന്നും എഴുതാനില്ല കേട്ടോ, അതുകൊണ്ടാണ് ഒന്നും തരാത്തത്. ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എല്ലാ ടീച്ചേഴ്സിന്റെ ആവുമ്പോഴത്തേക്കും എക്സാം വരുമ്പോഴത്തേക്കും കുറെ ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് പോരുമല്ലോ. 10-13 പേപ്പറിലും ഉണ്ടാവും നിങ്ങൾക്ക്. അതൊക്കെ നിങ്ങൾക്ക് പറയൂ കേട്ടോ, എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്കൊക്കെ ഉണ്ടാകും. എങ്ങനെയാണുള്ളത്, എത്ര ചാപ്റ്റേഴ്സ് ഒക്കെ വീടാണ് എക്സാം എന്നുള്ളതൊക്കെ പറയും. അപ്പൊ എല്ലാവരും കൂടി ആകുമ്പോ തന്നെ ഒരു വിധം പഠിക്കാനുണ്ടാകും. അതുകൊണ്ട് കുറേ എക്സ്ട്രാ നോട്ട്സ് വാരി വരച്ചൊക്കെ എഴുതി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട. മാക്സിമം നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി. ഇവിടെ പ്രിന്റഡ് നോട്ടാണ് ഇവിടെ മെയിൻ. അതിനുവേണ്ടി മോക്ക് ടെസ്റ്റുകൾ നമ്മൾക്ക് തരുന്നുണ്ട്. ക്ലാസ് കഴിയുമ്പോഴും കുറച്ച് ക്വസ്റ്റ്യൻസും തരുന്നുണ്ട്. അത് രണ്ടും വൃത്തിയായിട്ട് പഠിക്കുക എല്ലാവരും. മോക്ക് ടെസ്റ്റ് ഒക്കെ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാറില്ലേ, നോക്കാറില്ലേ? അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം. പിന്നെ നമ്മുടെ പേപ്പർ പ്രിന്റഡ് നോട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ക്ലാസ്സിൽ തന്നെ മര്യാദയ്ക്ക് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ അത് ക്ലാസ് കറക്റ്റ് ആയിട്ട് കാണുന്നവർക്കൊക്കെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓപ്ഷൻസ് ഉണ്ടല്ലോ. നിങ്ങൾ ഒടുവിലും ഇതിനകത്ത് കേട്ടിട്ട് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ ഏകദേശം തന്നെ പറഞ്ഞെന്നുള്ളത് അറിയാം. പിന്നെ എന്താ പറയാ, അന്ന് തന്നെ ക്ലാസ്സിൽ എടുത്ത് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. അപ്പൊ ഓർമ്മയിൽ അത് നിൽക്കും. പിന്നെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മറന്നുപോയ കാര്യം ഓപ്ഷൻ നോക്കിയാലും നമുക്ക് അറിയാം ഏതാണെന്നുള്ളത്. ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് വേറെ ടെൻഷൻ ഒന്നും വേണ്ട. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിച്ച് നോക്കി ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഫുള്ള് കാണാതെ പഠിച്ച് എഴുതോ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടോ അങ്ങനെ എസ് എ പോലെ ഒന്നും എഴുതി പഠിക്കണ്ടല്ലോ. അത് തന്നെ ഒരു വലിയൊരു കാര്യമല്ലേ. ഓക്കെ, നോക്കി നമ്മളിപ്പോ ഇതിന്റെ രണ്ടിന്റെ ഹീമോഡയാലിസിന്റെയും പെരിറ്റോണിയൽ ഡയാലിസിന്റെയും സിംറ്റംസ് ആണ് പറഞ്ഞത്. പിന്നെ നോക്കിയേ, ഈവൻ ദോ ദീസ് ആഫ്റ്റർ ഇഫക്ട്സ് മേ സൗണ്ട് ടെറിഫയിങ്. ഇത് ആഫ്റ്റർ ഇഫക്ട്സ് പറഞ്ഞപ്പോ പേടി വന്നോ നിങ്ങൾക്ക്? പേടി തോന്നിയോ? പേടി തോന്നിയോ? ഇല്ല. അപ്പൊ ഈ ചിഹ്നം ഇവിടെ ഇട്ടിട്ടുണ്ട്, ജിൻസിയൊക്കെ കുറച്ച് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ആഫ്റ്റർ ഇഫക്ട്സ് നമ്മളെ പേടിപ്പെടുത്തുന്നതാണെങ്കിലും they should be compared to the risk that arise from continuing to live with the untreated kidney failure. ഈ ആഫ്റ്റർ ഇഫക്ട്സ് നമ്മളെ പേടിപ്പെടുത്തുന്നതാണെങ്കിലും നമ്മളിപ്പോ ഇങ്ങനെ അയ്യോ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ച് നമ്മള് ഈ ട്രീറ്റ് ചെയ്യാതെ കിഡ്നി ഫെയിലിയർ ആയിട്ട് വരുന്ന ആളുകള് അത് ട്രീറ്റ് ചെയ്യാതെ നമ്മള് അത് ആ ഒരു ഫെയിലിയർ ആയ കിഡ്നി വെച്ച് നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ജീവിക്കുന്നതിൽ ുണ്ടാകുന്ന ഒരു റിസ്കിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന്. അപ്പൊ എന്താ പറയാ, നമ്മളിങ്ങനെ കിഡ്നി ഫെയിലിയർ ആയിട്ട് സിംറ്റംസ് ഒക്കെ കേട്ടിട്ട് പേടിച്ച് അത് ആ രോഗം കൊണ്ട് തുടർന്ന് ജീവിക്കുന്നതിനെ വെച്ച് അപ്പൊ ഉണ്ടാകുന്ന അപകടത്തെ വെച്ച് നോക്കുമ്പോൾ എന്താ ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ആളുകൾ പറഞ്ഞ കുറച്ച് സിംറ്റംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈവൻ ദോ these after effects may sound terrifying, they should be compared to the risk that arise from continuing to live with the untreated kidney failure. ഈ സിംറ്റംസ് നമ്മളെ പേടിപ്പെടുത്തുന്നതാണെങ്കിൽ എന്തായാലും നമ്മൾ ഇത് ഈ കിഡ്നി ഫെയിലിയർ ആയിട്ട് തുടർന്ന് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്, ഡയാലിസിസ് സെന്റർ. ഇവിടെ വരെ എടുത്തതിൽ ആർക്കും ഇപ്പൊ റീഡ് ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് കുറച്ചേ നമ്മൾ എടുത്തോളൂ. ഒരു പേജ് 2 പേജൊക്കെ അത് അധികം ഇതുള്ള ഏരിയയും അല്ല. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ വായിപ്പിക്കുന്നില്ല. നിങ്ങൾ അതാണ് ഓരോന്ന് കഴിയുമ്പോ തന്നെ ഞാൻ മെസ്സേജ് ചെയ്യാൻ പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ച. നമ്മൾ ഇന്ന് ഇത്രയും പഠിച്ചുള്ളൂ. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താന്ന് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്, അതിന്റെ എല്ലാത്തിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് CRRT ആണ്. അത് പറയാം, ഇന്റൻസീവ് കെയർ യൂണിറ്റില് സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് ചെയ്യുന്നതാണ് CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. പിന്നെ നമ്മൾ പറഞ്ഞു അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഡയാലിസിസ്. നമ്മൾ നല്ലൊരു ഡയാലിസിസിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടുന്നതിന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം.
ഓക്കെ, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. PHD ഹീമോഡയാലിസിസിന്റെ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് പറഞ്ഞു. അത് ആ പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനിയാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. അതെന്താ ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇതൊരു ചികിത്സാപരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാപനം. Not to treat the patient with the renal failure or kidney failure. കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോ ഈ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ചികിത്സാപരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഡയാലിസിസ് ഹോമിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിൽ വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. എന്താ ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥാപനമാണ്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് that to treat the patient with the renal failure. Some patient with the normal renal function also need hemodialysis, like the patient with the some poisoning. ചില പേഷ്യൻസ് നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ള, ചില നോർമൽ കിഡ്നി ഫംഗ്ഷൻ കിഡ്നിയുടെ ഫംഗ്ഷൻ ഉള്ള പേഷ്യൻസിന് ചിലപ്പോ ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരും. ലൈക്ക് ദ പേഷ്യന്റ് വിത്ത് സം പോയിസണിങ്. ചില പോയിസണിങ് ഉള്ള പേഷ്യൻസിനെ പോലെ ചില കിഡ്നി ഫംഗ്ഷൻ നോർമൽ ആയിട്ടുള്ള പേഷ്യൻസിന് വേണമെങ്കിൽ ചിലപ്പോൾ ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരാം. പെട്ടെന്ന് എന്തെങ്കിലും വിഷബാധയോ കാര്യങ്ങളൊക്കെ നമുക്ക് പാമ്പേടിയേക്കാം, പെട്ടെന്ന് ആ ബ്ലഡിലേക്ക് ഇത് വരുമ്പോൾ അത് നമ്മൾ ബ്ലഡ് ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചില നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ള പേഷ്യൻസിന് ചിലപ്പോൾ ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരാം. പോയിസണിങ് ഉള്ള പേഷ്യൻസിനെ പോലെ ചിലപ്പോൾ ഡയാലിസിസ് വേണ്ടി വരാം. The dialysis center may act either or both inpatient and outpatient, relying on the medical facility type, and may provide self-dialysis training and for peritoneal dialysis, resort to hemodialysis. The dialysis center may act either or both inpatient and outpatients. നോക്കിയേ, ഡയാലിസിസ് സെന്ററിൽ ഒന്നില്ലെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസ് നടത്താം, അതായത് അവിടെ കിടത്തി ഡയാലിസിസ് ചെയ്യാം. ആ ഡയാലിസിസ് സെന്ററിൽ കിടത്തി പേഷ്യൻസിന് ഡയാലിസിസ് കൊടുക്കാം. അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് വന്ന് അവിടെ ഡയാലിസിസ് സെന്ററിൽ വന്ന് ഡയാലിസിസ് ചെയ്ത് വീട്ടിലേക്ക് പോകാം. അങ്ങനെ വേണമെങ്കിലും സർവീസുകൾ നടത്താം. ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് നടത്താം. ഇത് എന്തിനു വെച്ചിട്ടാ? റിലേയിങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി. അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി വെച്ചിട്ട് അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള, കിടത്തി ഡയാലിസിസ് ചെയ്യാനുള്ള മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഫെസിലിറ്റി കുറവാണെങ്കിൽ ഔട്ട് പേഷ്യന്റ് സർവീസ് നടത്താം. എന്താണെങ്കിലും ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഡിപ്പെൻഡിങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്, ആൻഡ് മേ പ്രൊവൈഡ് എ സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് and for peritoneal dialysis resort to hemodialysis. പിന്നെ അതുകൂടാതെ എന്ത് ചെയ്യാം? സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങുകൾ കൊടുക്കാം. ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് resort to hemodialysis. ഹീമോഡയാലിസിന്റെ ഒപ്പം തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങുകളും നൽകാം. അപ്പൊ നമ്മൾ പഠിച്ചല്ലോ, ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ചെയ്യണമെന്നില്ല. ആ പേഷ്യൻസിന് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വീടുകളിൽ തന്നെ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാം. അപ്പൊ അതിനുള്ള ട്രെയിനിങ്ങുകളും കൊടുക്കുന്നുണ്ട്. ഡയാലിസിസ് സെന്ററിൽ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, റീനൽ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒന്നില്ലെങ്കിൽ ഇൻ സർവീസോ അല്ലെങ്കിൽ നമ്മൾ ഔട്ട് പേഷ്യന്റ് സർവീസോ അല്ലെങ്കിൽ രണ്ടും ഇതും നടത്തുന്നുണ്ട്. അതെല്ലാം അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി അനുസരിച്ചാണ്. ഓക്കെ, ഡയാലിസിസ് സെന്റർ may act either or both inpatient or outpatient. അത് ഇൻപേഷ്യന്റോ ഔട്ട് പേഷ്യന്റോ സർവീസുകളോ അല്ലെങ്കിൽ രണ്ടും ചെയ്യാം. റിലൈങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്, അവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി അനുസരിച്ച്.
പിന്നെ അതുകൂടാതെ നമ്മൾ എന്താ പറഞ്ഞ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനുള്ള ആ ഒരു എന്ത് നടത്തുന്നുണ്ട്, ആ ട്രീറ്റ്മെന്റ് കൂടി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല ട്രെയിനിങ്ങും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യമേ പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് ഫോർ ദ പെരിറ്റോണിയൽ ഡയാലിസിസ് റിസൾട്ട് ടു ഹീമോഡയാലിസിസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങള് നമുക്ക് ഇങ്ങനെ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. പ്രത്യേകിച്ച് ഞാൻ ആരെ കൊണ്ട് വായിപ്പിച്ചിട്ടില്ല, വലിയ പ്രശ്നമില്ലാത്ത ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ ബാക്കി ഇനിയിപ്പോ അടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെയാണ്, അതും കുറച്ചും കൂടെ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് എന്തായാലും ഈ ഒരു ചാപ്റ്റർ തീർക്കാം, വലിയ പ്രശ്നമില്ല. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. എന്തായാലും ഒരു 10 മിനിറ്റ് അത്രയും പോരെ. എങ്ങനെയായാലും കിടക്കണേന് മുന്നാണെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് ഓടിച്ചാണെങ്കിൽ ഒന്ന് വായിച്ച് വെക്കുക, അന്നത്തെ ഉള്ളത് ഒന്ന് വായിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, ബൈ. എന്നാ മിസ് ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു. Thank you, ma'am.